ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഞാൻ ഈ അരിയിട്ട് അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. ചെറിയ ജീരകശാല റൈസ് ഉണ്ടല്ലോ, അതാണ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് ആയി കിട്ടിയിട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. ആ ഒരു സവോള, ചെറിയ സവോള ഇട്ടെടുത്തത്, ചെറിയ സൈസ് സവോള കിട്ടിയത് അരിഞ്ഞിട്ട് നൈസാക്കി അരിയണത് നല്ലതാണ് കേട്ടോ. ഇത് നൈസ് കുറവായിരുന്നു. അപ്പോൾ ഇതിൽ ലേശം ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ആക്കിയപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുത്തെടുക്കാം കേട്ടോ, ക്രിസ്പി ആവുന്ന വരെ വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്, ഇത് എടുക്കാം കേട്ടോ. എല്ലാം ഞാൻ വറുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം, ചോറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതായിട്ടുണ്ട് കേട്ടോ, ഇത്രയ്ക്ക് ഇട്ടിട്ടുണ്ട്. 6 സവാള വറുത്തിട്ട് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ടീസ്പൂണ് ഇത് കുറച്ച് വലിയ ടീസ്പൂൺ ആയാറിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് 3/4 ടീസ്പൂണോളം തൈര്, മല്ലിയില, പുതിനയില, നല്ലോണം ഇതൊന്ന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ കേട്ടോ. ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പരിപാടി വേഗം കഴിയും കേട്ടോ. നല്ലോണം മിക്സാക്കി വയ്ക്കാം മസാല തേച്ചിട്ട്. ഞാൻ 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറ് വയ്ക്കാം, ഇത് തിന്നാകട്ടെ. 2 ഗ്ലാസ് അരിയിലേക്ക് 4 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു ഉണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ അരിയെ മറന്നുപോയി. അപ്പോൾ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പകരം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഓയിൽ നിന്ന് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ബസുമതി റൈസാണ് ഇട്ടെടുത്തത്. 1/2 മണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ് കേട്ടോ. അതിട്ടിട്ട് വേവിക്കാം. തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടിയിട്ടിട്ട് 3/4 വേവാകുമ്പോൾ എടുക്കാം കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതായിട്ടുണ്ട് കേട്ടോ. അടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. 3/4 ഭാഗമാകുമ്പോൾ നമ്മൾ എടുക്കണം. അടിയിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. നമ്മളിതിന് ഊറ്റാൻ പോകണം കേട്ടോ. ഇനി അടുത്തായിട്ട് ചിക്കൻ വയ്ക്കാനായിട്ട് നെയ്യിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഇളക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക കുറച്ച് നേരം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ. ഒരു മീഡിയം ആയാലും മതി, മീഡിയം തീയിലിട്ട് വേവിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനത്തെ പാത്രത്തിലാകുമ്പോൾ അടിയിൽ പിടിക്കില്ലല്ലോ. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. തൈര് ഇത്തിരി പോരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് കുറച്ചും കൂടി പോരായിരുന്നു കേട്ടോ. നല്ലോണം ഇളക്കിടാം. കടപ്പോൾ നല്ലോണം വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല കറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ആയാൽ മതി. കുറച്ച് മല്ലിയില, പുതിനയില ആദ്യം ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. 3/4 വേവേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിട്ട് കൊടുക്കാം. ദമ്മിടാനാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മണം കിട്ടാനായിട്ട് അത് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ദമ്മ് ചെയ്യാം കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് കുറവ് നെയ്യ് മതി, ചിലർക്ക് കൂടുതൽ നെയ്യ് വേണം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വെയിറ്റ് വയ്ക്കണ്ടേ. അപ്പോൾ തിളച്ച വെള്ളം അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് നേരം ഇത് ചെറിയ തീയിൽ വേവിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കാൻ ചൂട് ഇത്തിരി കുറഞ്ഞിട്ടാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും.